ഹായ് ഫ്രണ്ട്സ്, ട്രേസ് ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക വീഡിയോ ആണ്. എൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. കേക്കാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഹസ്ബൻഡ് കേക്ക് കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. എല്ലാ കേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് 2-3 തവണ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യേണ്ടത്. എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ മൈദയ്ക്കകത്തുനിന്ന് ഈ 1 കപ്പ് മൈദയ്ക്കകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാനിങ്ങെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഈ എടുത്ത് മാറ്റി 2 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരമായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കേണ്ട ആവശ്യമാണ്. എന്തായാലും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു 3 പ്രാവശ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാ ലൂസ് മൈദയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൈദ ഉപയോഗിക്കരുത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല മൈദ എന്ന് പറയുന്നത് എലൈറ്റിൻ്റെ മൈദയാണ്. അത് നിങ്ങൾ ചോദിച്ച് കടയിൽ നിന്ന് മേടിക്കണം. അത് നന്നായിട്ട് നല്ല രീതിയിൽ കേക്ക് വന്നെങ്കിൽ എലൈറ്റിൻ്റെ മൈദയാണ് നല്ലത്. ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഞാനിവിടെ 5 മുട്ടയാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 5 മുട്ട എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കൊക്കെ ആണെങ്കിൽ അവർ 3 മുട്ടയൊക്കെ ചേർക്കാറുള്ളൂ. ഈ 5 മുട്ട ചേർക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ അത് കുറച്ചുകൂടി നമുക്ക് ഫ്ലഫി ആയിട്ടും ഇച്ചിരി ഹൈറ്റിലും കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങ് ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ എഗ്ഗിൻ്റെ ആ സ്മെല്ലൊക്കെ വരുന്നത് അങ്ങ് മാറിക്കോളും. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ഏറ്റവും കൂടിയ സ്പീഡിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് ശരിക്കും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം നന്നായിട്ട് നിങ്ങളൊന്ന് ബീറ്റ് ചെയ്യണം. 2 മിനിറ്റോളമാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എന്താ നന്നായിട്ട് നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ട് ശരിക്കും നന്നായിട്ട് ഒന്ന് ഇതിനകത്ത് മിക്സ് ചെയ്ത്
പഞ്ചസാര നമ്മളിട്ട് നന്നായിട്ടൊന്ന് ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം പഞ്ചസാരയുടെ തരിതരികൾ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നന്നായിട്ട് അങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് ശരിക്കും ഇതിനകത്തോട്ട് മിക്സ് ആവാൻ പാകത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ തരി ആയിട്ടൊന്നും കിടപ്പുന്നില്ല, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു ഫുൾ സ്പീഡിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഒപ്പം ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഇതൊന്ന് ആ ഫ്ലഫി ആയിട്ടിരിക്കുന്നത് പോകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ശക്തിയായിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഹൈ സ്പീഡിൽ. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത്, ഓവനിലല്ല വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറേശ്ശെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഞാനിപ്പോൾ ഇത് ബീറ്റർ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് ബീറ്റർ വെച്ച് ലോ സ്പീഡിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി നിങ്ങൾ ഹൈ സ്പീഡിൽ ഇടരുത്, കാരണം ആ ഫ്ലഫി ആയിട്ട് വന്നതെല്ലാം പോകും. ചെറുതായിട്ട് ഈ ചേർത്ത് കൊടുക്കുന്ന മൈദ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ ചെറുതായിട്ടൊന്ന് സ്പാച്ചില കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും. അപ്പോൾ ഡ്രൈ ആയിട്ട് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാല് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒത്തിരി ബീറ്റർ ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലഫി ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു പൊങ്ങി വന്നിരിക്കുന്ന ആ ഫോം അങ്ങ് ടെക്സ്ചർ അങ്ങ് മാറും. അപ്പോൾ ഒത്തിരി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടി മാത്രമേ ഈ ബീറ്റർ ഉപയോഗിക്കാമുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബീറ്റർ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർക്കണം. പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി അതിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുവാണ്. അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് ഇത്ര മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ പൊങ്ങി ഒന്ന് ഇതങ്ങ് പോവും. വീണ്ടും നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ ടിന്നിലോട്ട് ഇത് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ടിന്ന് എടുക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ചുകൂടി ഈ ഓയിൽ ബട്ടർ പേപ്പർ, ഞാനിവിടെ ഓയിൽ വെച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ കുറച്ചുകൂടി ഒരു ഹൈറ്റിൽ ഞാൻ ഈ കേക്കിൻ്റെ ടിന്നേക്കാൾ കുറച്ചുകൂടി ഹൈറ്റിൽ ഇത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ചിലപ്പോൾ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത് പൊങ്ങി വന്നാലും അത് കവിഞ്ഞു പോകാതിരിക്കാൻ ആ കേക്കിൻ്റെ ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ കിറ്റ്കാറ്റ് കേക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്, അതുപോലെയുള്ളൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ പാത്രം. അപ്പോൾ ഇതിൻ്റെ ഈ കേക്കിൻ്റെ ടിന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു റൗണ്ട് റിങ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും വെച്ചാൽ മതി എൻ്റെ ഇടയിൽ, ആ റിങ്ങിന് തുല്യമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതിൻ്റെ അകത്ത് കേക്ക് ടിന്നിനകത്ത് ഇറക്കി വെച്ചിട്ട്, ഇതൊരു ഗ്യാസ് സ്റ്റോപ്പിലായതുകൊണ്ട് ഒരു 50 മിനിറ്റ് വേണം ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്കിത് വെച്ച് ഒരു 50 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടിട്ട് നമ്മൾ ആ എഗ്ഗൊക്കെ അത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്പോഞ്ചി ആയിട്ട് കിട്ടിയത്. ഇനിയുള്ള വീഡിയോസിലൊക്കെ അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. അച്ഛനും ഉണ്ടായിരിക്കും ഇതുപോലെ കേക്കിൻ്റെ വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പീസായിട്ട്. ഇനി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.